കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടുതലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എ ഡി സിയും ഡാക്കും. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ആണ് കൂടുതലും ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒപ്പാമ്പിന്റെ കൂടിയും ഈ പറയുന്ന ടോപ്പിക്സ് ചില എക്സാംസിന് വരാറുണ്ട്. എനിവേ ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒപ്പാം റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസിലായിരിക്കും ഈ പറയുന്ന എ ഡി സി ഡാക്കിന്റെ കൺസെപ്റ്റ് കൂടുതലും വരുന്നത്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസും അതിന്റെ ബേസിക് തിയറിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കൊരു അനലോഗ് സിഗ്നൽ, ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് വലിയ പോയിന്റ് ഓർക്കാനൊന്നുമില്ല. അത് ആകെ വരുന്ന ഒരു ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ വരും. അതിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത്. അതായത് ഇൻപുട്ട് സൈഡിലാണ് നമ്മൾ ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. അതായത് നമുക്കൊരു അനലോഗ് വേവ് ഫോം വരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ അനലോഗ് വേവ് ഫോം ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാ അനലോഗ് വാല്യൂവിനെയും, ഫോർ എക്സാമ്പിൾ 0 to 5 വോൾട്ട് വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ, സോ ഇത് വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ വി ഓഫ് ടി. ഈ പറയുന്ന 0 to 5 വോൾട്ട് നിന്ന് വരുന്ന സിഗ്നലിനെ മൊത്തത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ആക്കി മാറ്റുകയല്ല നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. നമുക്ക് പറയുന്ന ഓരോ ഇൻസ്റ്റന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന സിഗ്നൽ മേ ബി 0 to ഫോർ എക്സാമ്പിൾ ഒരു 10 AM തൊട്ട് ഒരു 11 AM വരെയുള്ള നമ്മുടെ ഒരു പർട്ടിക്കുലർ സെൻസറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പറയുന്ന സെൻസറിന്റെ ശരിക്കും പറഞ്ഞാൽ 10.1, 10.11 എന്ന് പറയുന്ന എല്ലാ ഇൻസ്റ്റന്റിലും ഉള്ള വോൾട്ടേജസ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എല്ലാ വാല്യൂസും, എല്ലാ ഇൻസ്റ്റന്റിലെ വാല്യൂസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അതിനെ സാമ്പിൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 മിനിറ്റ്സ് ഗ്യാപ്പിലാണ് നമ്മൾ ഈ പറയുന്ന സാമ്പിൾ വാല്യൂസ് എടുക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ 10 എടുക്കും, 10:20 എടുക്കും, 10:30 എടുക്കുന്നുണ്ട്, 10:40 എടുക്കുന്നുണ്ട്. ഇങ്ങനെ 60 ആകുമ്പോഴത്തേക്ക് നമുക്ക് 11 AM ആയി. അപ്പൊ ഈ 10 മിനിറ്റ്സ് ഗ്യാപ്പിലുള്ള വാല്യൂസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക. അപ്പൊ നമുക്ക് ശരിക്കും വി ഓഫ് 10 AM എന്ന് പറയുന്ന ടൈമിലുള്ള ഒരു വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വാല്യൂ ചിലപ്പോൾ ഒരു 2.3 വോൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിന് ഈ ഇപ്പൊ പറഞ്ഞ സാമ്പിൾ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. സാമ്പിൾ ചെയ്ത് ഒരു സ്വിച്ചും ഒരു കപ്പാസിറ്ററും ഉണ്ടാവും. ഇതാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിന്റെ ബേസിക് സ്ട്രക്ചർ. അപ്പം നമ്മൾ ഈ സാമ്പിൾ ചെയ്ത് സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന 10 മിനിറ്റ്സ് ഗ്യാപ്പിലാണ്. 10 മിനിറ്റ്സിലെ ഗ്യാപ്പിൽ എന്താണ് ഇൻപുട്ട് ഉള്ളത് ആ വാല്യൂ സാമ്പിൾ ചെയ്ത് ഈ പറയുന്ന കപ്പാസിറ്ററിൽ ഹോൾഡ് ചെയ്യും. ഇതാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്. ഈ പറയുന്ന 2.3 വോൾട്ടിനെയാണ് ആക്ച്വലി ഈ പറയുന്ന എ ഡി സി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന സിഗ്നലിന്റെ ഫ്ലക്ച്വേഷൻസ് ഭയങ്കര കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആണ് ഈ സിഗ്നൽ എങ്കിൽ നമ്മൾ ഈ പറയുന്ന സിഗ്നലിൽ നിന്ന് ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് ഒന്ന് അവോയ്ഡ് ചെയ്യണം. കാരണം അത്രയും വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിഗ്നൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിന് പ്രോപ്പർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ആ പറയുന്ന സിഗ്നലിന്റെ ഓപ്പറേഷൻ ആണ് ആക്ച്വലി ഈ പറയുന്ന ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതേപോലെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തിൽ കാണാം. അതായത് വൺസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയി. ആ DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിങ് അൽഗോരിതംസ് ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഫൈനലി റിസീവിംഗ് എൻഡിൽ നമുക്ക് ഈ പറയുന്ന ഡിജിറ്റലിനെ വീണ്ടും അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ബ്ലോക്ക് കാണാം. അത് കഴിഞ്ഞ് അഗെയിൻ നമുക്ക് ആ കിട്ടുന്ന സിഗ്നൽ പെർഫെക്റ്റ്ലി ഒരു അനലോഗ് വേവ് ഫോം ആയിട്ടുണ്ടാവില്ല, കുറച്ച് ഒരു സ്റ്റെപ്പ് വേവ് ഫോം പോലെ ആയിരിക്കും ഈ പറയുന്ന വേവ് ഫോം ഉണ്ട്. അപ്പൊ അതിനൊന്ന് സ്മൂത്തൻ ചെയ്യാനാണ് ആക്ച്വലി റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ നമ്മൾ ഫൈനലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി നമുക്ക് അനലോഗ് സിഗ്നൽ ആയിരിക്കും കിട്ടുക. ഇൻപുട്ട് സൈഡിലും അനലോഗ് സിഗ്നൽ ആണ്, ഫൈനലി അനലോഗ് സിഗ്നൽ ആണ്. സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഇതിന്റെ എന്താണ് യൂസ് എന്ന് ചോദിക്കാം. അതുമായിട്ടുള്ള ആന്റി ഏലിയാസിംഗ് ഫിൽട്ടർ വരാം, ADC വരാം, അതിന്റെയൊക്കെ പൊസിഷൻസ് ഈ പറയുന്ന സിസ്റ്റത്തിൽ ചോദിക്കാം. ഓക്കെ, നമുക്കിനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാക്കും ADCയും അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അല്ലെങ്കിൽ ഡാക്കിൽ മെയിൻലി 2 ടൈപ്പാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററും ബൈനറി ലാഡർ ടൈപ്പും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ നോക്കാം. അപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് സമ്മിങ് ആംപ്ലിഫയർ ഒപ്പാമിന്റെ കേസിലുള്ളത് നമുക്ക് നോക്കിയാൽ മതി. V1, V2, V3 3
വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, കറണ്ട് I1, I2, I3 ഇത് മൂന്നും ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരിക. ഒരു സമ്മർ ഈ പറയുന്ന സമ്മിങ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഡെറിവേഷനിലെ ഡയറക്ട്ലി ഇക്വേഷൻ തന്നെ പറയുകയാണ്. മൈനസ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണിത്. V1/R1, V2/R2, V3/R3. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് താഴേക്ക് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ ആ പറയുന്ന ഫാക്ടർ എക്സ്ട്രാ വരും. അപ്പം ഈ വെയിറ്റഡ് റെസിസ്റ്റർ കൺസെപ്റ്റിൽ എന്താ ആക്ച്വലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ വാല്യൂസ് ഫോർ എക്സാമ്പിൾ 3 റെസിസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. R3 എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഫോർ എക്സാമ്പിൾ V3ക്ക് പകരം ഞാനിത് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് D2 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ D2 എന്ന് പറയുന്ന ബിറ്റ്, D1 എന്ന് പറയുന്ന ബിറ്റ്, D0 എന്ന് പറയുന്നത്, അല്ലെ MSB എന്ന് പറയുന്നത് ആക്ച്വലി D2 ആണ്. അപ്പോൾ MSBയുടെ അവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ 2K ആണെന്ന് വിചാരിക്കുക. R2ന്റെ അവിടെ യൂസ് ചെയ്യുന്നത് അതിന്റെ ഡബിൾ 4K ആണ്. R1ന്റെ അവിടെ യൂസ് ചെയ്യുന്നത് 8K ആണ്. ഓക്കെ, അപ്പോൾ LSBയുടെ അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റർ ആയിരിക്കും ഏറ്റവും ഹയർ വാല്യൂ. ഇനി ഈ റെസിസ്റ്റർ തമ്മിലുള്ള വാല്യൂസ് നോക്കുക. 2, 4, 8. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 × 2 ചെയ്യും. ഇപ്പോൾ 16 വരും. ഇനി ഒന്നും കൂടെയും 32K വരും. ഇതാണ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ. ഇനി ഈ സർക്യൂട്ടിന്റെ ഒരു ഡ്രോബാക്കും ഇത് തന്നെയാണ്. കാരണം നമുക്ക് ഈ പറയുന്ന സർക്യൂട്ടിലെ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂസ് ഇതേപോലെ മൾട്ടിപ്പിൾസ് ആയിട്ട് കിട്ടണം. അങ്ങനെ ചെയ്യാന്ന് പറയാൻ പ്രാക്ടിക്കലി എക്സാക്ട്ലി നമുക്ക് 2K, 4K എന്ന് പറയുന്ന 8K എക്സാക്ട്ലി ആ വാല്യൂ കിട്ടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം തന്നെ നമ്മുടെ സർക്യൂട്ടിന്റെ പെർഫോമൻസിനെ അത് എഫക്ട് ചെയ്യും. അപ്പം വെയ്റ്റഡ് റെസിസ്റ്ററിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിന് തന്നെയാണ്, എക്സാക്ട് മൾട്ടിപ്പിൾ വിൽ നോട്ട് ഗെറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻസിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, R2R ലാഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതിന് എക്സാക്ട് മൾട്ടിപ്പിൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക്. അത് ഓർത്തിരിക്കുക. പിന്നെ ഓർക്കേണ്ടത് MSBയിലായിരിക്കും നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന്റെ അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും 2K റെസിസ്റ്റർ, അല്ലെ 2, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് റെസിസ്റ്റർ. അതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അടുത്തടുത്ത് യൂസ് ചെയ്യുക. ഏറ്റവും ഹയർ വാല്യൂ യൂസ് ചെയ്യുന്നത് LSB ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അപ്പം ഈ രീതിയിൽ ഞാൻ വാല്യൂസ് ഒന്നും മാറ്റി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഈ RF വാല്യൂം ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ 1K ആണെന്നായിരിക്കും. നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ പറയുന്ന D0, D1, D2ലേക്ക് ഞാനൊരു കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. അതായത് ലോജിക് 1 എന്ന് പറഞ്ഞാൽ 8 വോൾട്ടും ലോജിക് 0 എന്ന് പറയുന്നത് 0 വോൾട്ടും ആണെന്ന് വിചാരിക്കും. ഈ പർട്ടിക്കുലർ സർക്യൂട്ടിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു വോൾട്ടേജ് ലെവൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ 0, 0, 0 D2ലും D1ലും D0യിലും നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നോക്കുക, ഇവിടുത്തെ വോൾട്ടേജ് 0, 0, 0. ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്കറിയാം. ഈ പറയുന്നത് 8K, ഇത് 4K, ഇത് 2K. ഓക്കെ, ഇവിടെ വരുന്നത് 1K ആണ്. നമുക്ക് ഇതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ മോഡുലസ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ മോഡുലസ് ഓഫ് V0 0 ആണ്. ഇനി നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 0, 0, 1 ആണ്. അതായത് D0യിലും മാത്രം 8, ബാക്കി രണ്ട് കേസിലും 0 കൊടുത്തു. അപ്പൊ നോക്കുക, ഈ പറയുന്ന LSB പൊസിഷനിലുള്ള വോൾട്ടേജിലും മാത്രം 8 വോൾട്ട് കൊടുത്തു, ബാക്കിയുള്ളതെല്ലാം 0 കൊടുത്തു. നോക്കുക, ഈ പറയുന്ന സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 വോൾട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക 008, അല്ലെങ്കിൽ നമുക്ക് പറയാം 000 001 ആണ്. ഇതാണ് നമ്മൾ ബൈനറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അത് പ്രാക്ടിക്കൽ കേസ് ആയതുകൊണ്ട് നമ്മൾ 8 അതിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ലോജിക് ഹൈക്ക്. 00 001ലേക്ക് ചേഞ്ച് ചെയ്തു. ഒരു 1 ബിറ്റ് ചേഞ്ച് ഒക്കർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ 1 വോൾട്ട് ആണ് നമ്മുടെ റൈസ് ആയിരിക്കുന്നത്. ഈ 1 വോൾട്ട് റൈസിനെയാണ് ആക്ച്വലി നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് സൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു പേര് അതിന് പറയുന്ന പേരാണ് റെസൊല്യൂഷൻ. നമ്മുടെ ഈ പറയുന്ന പർട്ടിക്കുലർ സർക്യൂട്ടിൽ ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെസൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വാല്യൂന്ന് നെക്സ്റ്റ് വാല്യൂയിലേക്ക് ഒരു ചേഞ്ച് ഒക്കർ ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജിൽ എന്തുമാത്രം ചേഞ്ച് വരും. ഇനിഷ്യലി 0 വോൾട്ട് ആയിരുന്നു, ആ 0 വോൾട്ട് എന്നുള്ള 1 വോൾട്ടിലേക്ക് ചേഞ്ച് ചെയ്തു. ഈ പർട്ടിക്കുലർ സർക്യൂട്ടിൽ നമുക്ക് പറയാം സ്റ്റെപ്പ് സൈസ് 1 ആണ്, റെസൊല്യൂഷൻ 1 ആണ്. അപ്പൊ എന്താണ് റെസൊല്യൂഷൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ ഞാൻ അടുത്തൊരു വോൾട്ടേജ് എടുക്കുന്നു 080. ഓക്കെ, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 2 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി 010 കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതിന് നമുക്ക് കിട്ടിയത് 2 വോൾട്ട് ആണ്. അപ്പോൾ നോക്കുക, വീണ്ടും 1 വോൾട്ടിന്റെ ചേഞ്ച്, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് നോക്കാം എല്ലാം 8 വോൾട്ട് വരുന്ന കേസ്. ഓക്കെ, 888, അതായത് 111 ഇക്വലന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 7 വോൾട്ട് ആണ്.
ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 7 വോൾട്ട് ആണ്. അപ്പം ഈ 7 വോൾട്ട് ഫൈനൽ എല്ലാ വാല്യൂ 1 ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ഫുൾ സ്കെയിൽ വാല്യൂ. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിലെ ഫുൾ സ്കെയിൽ വാല്യൂ എന്ന് പറയുന്നത് 7 വോൾട്ട് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് പാരാമീറ്റർ പറഞ്ഞു, സ്റ്റെപ്പ് സൈസ് പറഞ്ഞു, റെസൊല്യൂഷൻ പറഞ്ഞു, ഫുൾ സ്കെയിൽ വാല്യൂ പറഞ്ഞു. അപ്പൊ ഈ ഫുൾ സ്കെയിൽ വാല്യൂ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ഫോർമുല ഡെറൈവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് 3 ബിറ്റ് ഡാക് ആണ്, 3 ബിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ n is equal to 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുൾ സ്കെയിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ 2 raised to n minus 1. 2 raised to n എന്ന് പറയുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൽ n ന്റെ വാല്യൂ 3 ആണ്. 2 raised to 3 minus 1 എന്ന് പറയുന്നത് നമുക്ക് 8 minus 1 which is equal to 7. ഇതാണ് നമ്മുടെ മാക്സിമം വരാവുന്ന കേസ്. അതിനെ കൂടെ നമ്മൾ റെസൊല്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മുടെ റെസൊല്യൂഷൻ. അപ്പൊ കിട്ടുന്നതായിരിക്കും ഈ പറഞ്ഞ കേസിൽ റെസൊല്യൂഷൻ 1 വോൾട്ട് ആണ്. സോ 1 into 7 നമുക്ക് 7 വോൾട്ട് കിട്ടും. ഫുൾ സ്കെയിൽ വാല്യൂ നമ്മുടെ റെഫറൻസ് വാല്യൂ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റെഫറൻസ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും മിക്കപ്പോഴും ഫുൾ സ്കെയിൽ വാല്യൂ കിട്ടുക. ഈ പറയുന്ന കേസിൽ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 8 വോൾട്ട് ആയിരുന്നു, പക്ഷേ 8 വോൾട്ടിനേക്കാളും കുറവായിരിക്കും എപ്പോഴും ഫുൾ സ്കെയിൽ വാല്യൂ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ. ഇതാണ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററിന്റെ വർക്കിംഗ്. ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ കുറെ പാരാമീറ്റേഴ്സ് പറഞ്ഞു, ഫുൾ സ്കെയിൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, റെസൊല്യൂഷൻ എന്താണ്, ഇത് വെച്ചുള്ള പ്രോബ്ലംസും ചെയ്യാൻ ഈ പറയുന്ന ഐഡിയാസ് മതി. അപ്പം ഒരു സമ്മിങ് ആംപ്ലിഫയറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ നോക്കേണ്ടത് LSBയുടെ പൊസിഷനിലായിരിക്കും മാക്സിമം റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ റെസിസ്റ്റേഴ്സ് മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ 4-bit ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. 4-bit ആണ്. The analog voltage corresponding to digital sequence, okay, analog voltage corresponding to digital sequence 0002 and 001, okay, are 1 volt and 0.0625. അപ്പം 000ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് 0 വോൾട്ടും 0.001ന് കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന 0.0625 വോൾട്ടും ആണ്. The analog value corresponding to the digital 111. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന 111 ആകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അനലോഗ് വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കേസിൽ നമുക്ക് മനസ്സിലായി 4-bit ആണ്, n is equal to 4-bit ആണ്. അപ്പൊ നമുക്ക് 2 raised to 4 ഫുൾ സ്കെയിൽ വാല്യൂ എന്ന് പറയുന്നത് 2 raised to 4 minus 1 into റെസൊല്യൂഷൻ ആണ്. നോക്കുക 000ന്ന് 001ലേക്ക് വരുന്ന വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുന്ന 0.0625 ആണ്. നമുക്ക് റെസൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. 0.0625 ആണ് നമ്മുടെ റെസൊല്യൂഷൻ. ഓക്കെ, 1 സ്റ്റെപ്പ് സൈസ് ആണ് നമ്മുടെ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് അറിയാം 2 raised to 4 16 ആണ്. സോ 16 minus 1 നമുക്ക് കിട്ടുന്ന 15 into ദിസ് പെർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.9375 വരും. അപ്പോൾ ഈ 0.9375 ആണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. 4-bit ആണ്. 4-bit നമ്മൾ 00 എന്ന് എഴുതി, എല്ലാം 111 ആണ്. ഈ 111 ആണ് ആക്ച്വലി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ 4-bit ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നലിൽ 00 ആയിരിക്കുമ്പോൾ ഉള്ള വോൾട്ടേജും 001 ആയിരിക്കുമ്പോഴുള്ള വോൾട്ടേജ് ആണ്. ആക്ച്വലി അത് റെസൊല്യൂഷൻ ഡയറക്ട്ലി പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അനലോഗ് വാല്യൂ തന്നിട്ടുണ്ട്, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈനറി ലാഡർ ടൈപ്പ് ആണ്. R2 2R ലാഡർ ആണ്. അതിന്റെ ബേസിക് സ്ട്രക്ചർ നോക്കുക. ഇതിനകത്ത് ആകെ യൂസ് ചെയ്യുന്നത് ഒരു റെസിസ്റ്ററും അതിന്റെ മൾട്ടിപ്പിളും മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ബിറ്റ്സ് കൂടിയാലും നമുക്ക് ഈ പറയുന്ന 2 റെസിസ്റ്റർ മാത്രം മതി എൻ്റയർ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രീവിയസ് കേസിലാണെങ്കിൽ നമുക്ക് 1R ആണെങ്കിൽ 2R വേണം, 4R വേണം, 8R വേണം, ഇങ്ങനെ 16R, ഇങ്ങനെ മൾട്ടിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ ഈ പറയുന്ന കേസിൽ അതിന്റെ ആവശ്യമില്ല. R2 2R ലാഡറിൽ നമുക്ക് ആകെ 2 റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളൂ. നോക്കുക, ഇതിനകത്ത് നമ്മുടെ ബിറ്റ്സ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന LSB പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് D0 അല്ലെ B0 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അത് കണക്ട് ചെയ്തത് എക്സ്ട്രീം ലെഫ്റ്റിലേക്കാണ്. നമ്മുടെ ഒപ്പാമ്പിന് വളരെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ MSB. LSB എന്ന് പറയുന്ന എക്സ്ട്രീം ലെഫ്റ്റിലേക്കായിരിക്കും പോവാം. ഇൻപുട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് 2R. ഇൻപുട്ട് കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്നത് 2R ആയിരിക്കും. ഓക്കെ,
നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ഈ പറയുന്നതിന്റെ ഫോർമുല നേരത്തെ പറഞ്ഞതും സെയിം തന്നെയാണ്. d0/8, d1/4, d2/2. ഈ പറയുന്ന ഫോർമുല തന്നെ നമുക്ക് ഈ പറയുന്ന ഫൈനൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിനകത്ത് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആകെ വരുന്ന ഡിഫറൻസ് ഈ പറയുന്ന സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് ആണ്. ഇത് റിലേറ്റീവ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇതൊരു ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. ലെങ്തി ക്വസ്റ്റൻ ആണ്, പക്ഷെ നമുക്ക് ജസ്റ്റ് കുറച്ച് കൺസെപ്റ്റുകൾ കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് നോക്കിയാൽ മതി. സ്റ്റുഡന്റ് ഹാസ് മെയ്ഡ് 3-bit ബൈനറി ഡൗൺ കൗണ്ടർ ആൻഡ് കണക്റ്റഡ് ടു R2 2R ladder. DAC. DACന്റെ ഗെയിൻ തന്നിട്ടുണ്ട് -1k/2k shown in figure. Okay, is generating a staircase waveform. Okay, but the output achieved is different as shown in the figure. What would be the possible cause of this? എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു കൗണ്ടർ ഉണ്ട്. കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് പുള്ളി ഒരു ഡാക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. R2 2R ലാഡർ ആണ് ഇവിടെ ഡാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 kHz ക്ലോക്ക് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്നും വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ പറയുന്ന കേസിൽ നമുക്ക് വരുന്നത് കൗണ്ടർ ആണ്, ഒരു 3-bit കൗണ്ടർ ആണ്. 3-bit കൗണ്ടർ ഡൗൺ കൗണ്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 111 ആണ് ആദ്യത്തെ വാല്യൂ, അടുത്ത വാല്യൂ 110 ആണ്, അടുത്തത് 101 ആണ്, അടുത്ത 100, പിന്നെ വരുന്നത് 011, 010, 001, 000. ഇതാണ് ഡൗൺ കൗണ്ടർ. ഇത് 7, ഇത് 6, 5, 4, 3, 2, 1, 0. ഇപ്പൊ ഡാക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് 111 വരുമ്പോൾ ഒരു 7 വോൾട്ട് കറസ്പോണ്ടിങ് ആയിട്ട്, 6 വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 5 വോൾട്ട്, 6 വോൾട്ട് വരണം. ആ രീതിയിലാണ് വരേണ്ടത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 കിട്ടി, അടുത്ത 3 ആണ് വന്നിരിക്കുന്നത്, അത് കഴിഞ്ഞ് 5ലേക്ക് പോയി. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഔട്ട്പുട്ട് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പൊ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഇൻകറക്റ്റ് ആയതുകൊണ്ടാണോ അങ്ങനെ വന്നിരിക്കുന്നത്. ദ കൗണ്ടർ ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. കൗണ്ടർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. കണക്ഷൻ ഫ്രം ഡാക് ടു ADC ഈസ് നോട്ട് പ്രോപ്പർ. അതാണ് വേറൊരു പോസിബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ R2R റെസിസ്റ്റൻസ് ഈസ് ഇന്റർചേഞ്ച്. നമുക്ക് ഈ പറയുന്ന സർക്യൂട്ടിൽ അറിയാം, നമ്മുടെ ബൈനറി വാല്യൂ കൊടുക്കുന്ന സ്ഥലത്തൊക്കെയാണ് 2R കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കണക്ഷൻ കറക്റ്റ് തന്നെയാണ്, അതിനകത്ത് പ്രോബ്ലം ഇല്ല. റെസിസ്റ്റൻസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ലാതെ നമുക്ക് മനസ്സിലായി. പിന്നെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻകറക്റ്റ് ആവാനും റീസൺ ഒന്നുമില്ല, കാരണം 7.5 വോൾട്ടേജസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. നമുക്ക് എന്താണ് ഇതിനകത്ത് ഒക്കർ ചെയ്തിരിക്കുന്നത് നോക്കാം. ആക്ച്വലി 7 വരേണ്ട സ്ഥലത്ത് നമുക്ക് 7 തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് റിക്വയർഡ്. ബട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 7 തന്നെ കിട്ടിയിട്ടുണ്ട്. 7 തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം 7 തന്നെ കിട്ടി. അടുത്ത് ശരിക്കും നമുക്ക് 6 ആണ് കിട്ടേണ്ടത്. 6ന് പകരം ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 എന്നാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 011 ആണ് ആക്ച്വലി വരിക, അല്ലെ? ഇതാണ് കിട്ടിയിരിക്കുന്നത്. 5 കൊടുക്കേണ്ട സ്ഥലത്ത് 5 തന്നെയാണ്. തേർഡ് ക്ലോക്കിൽ വരേണ്ടത് 5 ആണ്. സോ 5 തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 101, അതിനകത്ത് പ്രോബ്ലം ഇല്ല. ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. അടുത്ത 100 വരേണ്ട സ്ഥലത്ത് വന്നിരിക്കുന്നതും കറക്റ്റ് ആണ്. ഓക്കെ, സോറി, 4 കൊടുക്കേണ്ട സ്ഥലത്ത് ആക്ച്വലി വന്നിരിക്കുന്നത് 1 ആണ്. ഓക്കെ, 4th ക്ലോക്ക് സൈക്കിളിൽ വന്നിരിക്കുന്ന 1 വോൾട്ട് എന്നാണ്. അപ്പൊ ഇവിടെ വ്യത്യാസമുണ്ട്, 001 എന്നാണ് കിട്ടി. 7 കറക്റ്റ് ആണ്, 6 3 ആയി പോയി, 5 ആയിട്ട് തന്നെ കിട്ടി, 4 1 ആയി പോയി. ഇനി 3 കൊടുക്കേണ്ട സ്ഥലത്ത് ആക്ച്വലി 3 എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 എന്നാണ്. അപ്പൊ നമുക്ക് 110 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 6 ആണ്. ഓക്കെ, അടുത്ത ചെയ്തിരിക്കുന്ന 2 വരുന്ന സ്ഥലത്ത് ആക്ച്വലി 2 തന്നെ വന്നിട്ടുണ്ട്, 010 വന്നിട്ടുണ്ട്, അവിടെ 2 തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത 1 വരേണ്ട സ്ഥലത്ത് ആക്ച്വലി കിട്ടിയിരിക്കുന്നത് 4 ആണ്. 1001 ആണ് കിട്ടി, 4 ആണ് കിട്ടി. 0 വരുന്ന സ്ഥലത്ത് 0 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കുക, പ്രശ്നം വന്നിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 6 3 ആണ്. 6ഉം 3ഉം ഈ പാറ്റേൺ നോക്കുക. 110യും ഇവിടെ കിട്ടിയിരിക്കുന്നത് 011 ആണ്. അടുത്ത് നോക്കുക, 100 കിട്ടേണ്ട സ്ഥലത്ത് 001 ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 2 വന്നപ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ നോക്കുക, സെൻട്രൽ വാല്യൂസ് വരുന്ന സ്ഥലത്ത് കുഴപ്പമില്ല, പക്ഷെ ലാസ്റ്റ് വാല്യൂസിൽ ചേഞ്ച് വരുന്ന സ്ഥലത്ത് ഇപ്പൊ 3 എന്നുള്ളത് 6 ആയി, 6 1 3 ആയി. അപ്പൊ നമുക്ക് മനസ്സിലാവും കണക്ഷൻ ഫ്രം കൗണ്ടർ ടു ഡാക് ഈസ് നോട്ട് പ്രോപ്പർ.
കാരണം അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് 7, 3 അങ്ങനെ പറഞ്ഞ ഓരോ സ്റ്റേജിലും കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷെ ഔട്ട്പുട്ട് പ്രോപ്പർ ആവാതെ വരാൻ കാരണം എന്ന് പറഞ്ഞത് എന്താണ്, അതിന്റെ ഡാക്കിലേക്കുള്ള കണക്ഷൻ പ്രോപ്പർ ആവാഞ്ഞിട്ടാണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിനകത്തുള്ള ആൻസർ. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഒരു ഔട്ട്പുട്ട് ഓഫ് എ 3-stage Johnson twisted ring counter is connected to the digital to analog converter from shown figure. Assume that all state of the counter is unset initially. What will be the waveform? Johnson counter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫോർ എക്സാമ്പിൾ 3-bit Johnson counter എന്ന് പറഞ്ഞാൽ അതിനകത്ത് n bit ആണെങ്കിൽ നമുക്കറിയാം 2n states ഉണ്ട്. ഓക്കെ, അപ്പം ട്വിസ്റ്റഡ് റിംഗ് ഫയർ അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 000 ആണ് ഇൻപുട്ട് എങ്കിൽ 001 ആണ് അടുത്തത്, 11 ആവും, 111 ആയി, 110, 100, 000. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പൊ 6 പാറ്റേൺസ് ആണ് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ജോൺസൺ കൗണ്ടറിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പം നോക്കുക, ജോൺസൺ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഡാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ടിൽ വരിക എന്നുള്ളത് ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡാക്കിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓരോ സ്റ്റേജിലും എന്താണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ടൈം ആക്സിസ് ആണെന്ന് വിചാരിച്ചോ. ഇനിഷ്യലി നമുക്ക് കിട്ടുന്നത് 000 ആണ്. അപ്പോൾ നമുക്ക് 0, 1, 2, 3, 4, 5, 6, 7. നമുക്ക് 1 volt ആണ് സ്റ്റെപ്പ് സൈസ് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം ക്വസ്റ്റൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഓക്കെ, 0 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൗണ്ടർ ഈസ് അൺസെറ്റ് ഇനിഷ്യലി. നമുക്ക് 00 നിന്ന് തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് 00 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ടത് 1 ആണ്. ഓക്കെ, 1 കിട്ടിയിട്ടുണ്ട്. 1 കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടേണ്ടത് 7 ആണ്. 7 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് 6 ഉണ്ട്. 6 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ടത് 4 ആണ്. 4 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടേണ്ടത് 0 ആണ്. അപ്പം ഈ പറയുന്ന രീതിയിലും വരാം, ഇത് തിരിച്ചും വരാം. ഇപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നോക്കുക. ആക്ച്വലി ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു, ഓപ്ഷനും കാണിച്ചിട്ടില്ല. എങ്ങനെയാണ് വേവ് ഫോം വരയ്ക്കേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുള്ളൂ. ഡാക്കിന്റെ ഇങ്ങനെ വേവ് ഫോം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ ഗേറ്റ് ലെവലുള്ള എക്സാമിൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പി സി ലെവലുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ പാറ്റേൺ എന്താണെന്നൊക്കെ ചോദിക്കാം. എങ്ങനെ വരും, എത്ര വോൾട്ടേജ് കഴിയുമ്പോൾ, ഒരു 5 ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ എന്തായിരിക്കും വോൾട്ടേജ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ വോൾട്ടേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇത് തന്നെ എടുത്ത് വേണമെങ്കിലും ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നോക്കാം. ഓക്കെ, ഈ പറയുന്ന സീക്വൻസ് ഏത് രീതിയിലും വേണം. ഞാനിപ്പോൾ റൈറ്റിൽ നിന്ന് നോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇതേപോലെ ലെഫ്റ്റിൽ നിന്ന് വേണമെങ്കിലും നോട്ട് ചെയ്ത് ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരിച്ചുള്ള പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആദ്യം 0, പിന്നെ 4, പിന്നെ 6, 7 ആ രീതിയിൽ വേണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വരയ്ക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത്, ഇവിടെ 4-bit DAC ആണ്, കണക്റ്റഡ് ടു ഫ്രീ റണ്ണിങ് അപ്പ് കൗണ്ടർ ആസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഇവിടെയും ഔട്ട്പുട്ട് വേവ് ഫോംസ് ഉണ്ട്. ഡയറക്ട്ലി നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഓപ്ഷനിലെ വേവ് ഫോംസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ Q0, Q1, Q2 എന്ന് പറയുന്ന 3 3-bit കൗണ്ടർ ആണ്. പക്ഷെ DAC എന്ന് പറയുന്നത് 4-bit ആണ്. അപ്പം കൗണ്ടറിന്റെ ഔട്ട്പുട്ട് ആക്ച്വലി നോക്കുക, Q2, Q1, Q0 ആണ്. അപ്പം ഡാക്കിലേക്ക് കണക്റ്റിരിക്കുന്ന D3, Q1ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് D1 ആണ്. Q0 കണക്ട് D0 ആണ്. ഇതിനിടയ്ക്ക് ഒരു സാധനം കൂടിയുണ്ട്, D2. ഓക്കെ, അപ്പൊ D2 എന്ന് പറയുന്നത് പെർമനന്റ്ലി ഗ്രൗണ്ട് ആണ്, എപ്പോഴും 0 ആണ് കിട്ടുക. അപ്പൊ Q2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 000 ഉണ്ട്, 001. ഓക്കെ, അപ്പ് കൗണ്ടർ ആണ്. അപ്പൊ നമുക്ക് അപ്പ് കൗണ്ടറിന്റെ രീതിയിൽ തന്നെ ചെയ്യാം. അടുത്തത് 010, 011, 100, 101, 110, 111. ഇതാണ് 3-bit കൗണ്ടറിന്റെ ഔട്ട്പുട്ട്. നമുക്ക് അതിനിടയ്ക്ക് D2 എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡാക്കിൽ. അപ്പൊ അത് 0 ആക്കി നമുക്ക് മാർക്ക് ചെയ്യാം. 0 ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്.
സെക്കൻഡ് കേസിൽ 1 വോൾട്ട്, ഇത് 2 വോൾട്ട്, ഇത് 3 വോൾട്ട്. എനിക്ക് തോന്നുന്നു ഒരു വാല്യൂ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. 0 0 0 0 0 0 ഉണ്ട്. ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്ക്. സീറോ 1 2 3 4 5 6 7. ഓക്കെ, ഇത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കട്ടെ. 0 0 0 0 0 0 0 0. ഇപ്പൊ ഫസ്റ്റ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് 0 തന്നെയാണ്. സെക്കൻഡ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് 1, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് 2, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് 3, അടുത്ത കറസ്പോണ്ടിങ് ആയിട്ട് 8 ആണ് വരുന്നത്. അത് കറസ്പോണ്ടിങ് ആയിട്ട് 9, അത് കഴിഞ്ഞാൽ 10, അത് കഴിഞ്ഞാൽ 11. ഇങ്ങനെയാണ് നമ്മുടെ ഡാക്കിന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഡാക്ക് അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0 1 2 3 8 9 10 11. നമ്മൾ വേവ് ഫോം വരയ്ക്കുമ്പം സ്റ്റെപ്പ് സൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 1 വോൾട്ട് ആണ് സ്റ്റെപ്പ് സൈസ് എങ്കിൽ ആദ്യം 0 ഉണ്ട്, പിന്നെ 1 വോൾട്ടിലേക്ക് വന്നു, പിന്നെ 2 വോൾട്ടിലേക്ക് വന്നു, പിന്നെ 3 വോൾട്ട്. 0 1 2 3. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് അടുത്ത സ്റ്റേജിൽ പോകുന്നത് 8ലേക്കാണ്. ഓക്കെ, 8ൽ നിന്ന് പിന്നെ പോകുന്നത് 9, പിന്നെ 10, പിന്നെ 11. അപ്പോൾ 9 10 11. അത് കഴിഞ്ഞാൽ വീണ്ടും എവിടെ നിന്ന് തുടങ്ങും? 0യിൽ തുടങ്ങും. അത് ഇങ്ങനെയായിരിക്കും നമ്മുടെ 4-bit ഡാക്കിന്റെ ഔട്ട്പുട്ട് വരുന്നത്, ഒരു അപ്രോക്സിമേറ്റ് വേവ് ഫോം. ഇനി നമുക്ക് ADC ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് നോക്കാം. ADC ഡിഫറെന്റ് ടൈപ്സിൽ വരുന്നത് മെയിൻലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് കൗണ്ടർ ടൈപ്പ് ADC യെ കുറിച്ച് ചോദിക്കാറുണ്ട്, ഡ്യുവൽ സ്ലോപ്പ് ADC ചോദിക്കാറുണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ചോദിക്കാറുണ്ട്, ഫ്ലാഷ് ടൈപ്പ് ADC ചോദിക്കാറുണ്ട്. നമുക്കിത് ഓരോന്നും ബേസിക് ഒരു എക്സാമ്പിൾ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്കൊരു കൗണ്ടർ ടൈപ്പ് ADC നമുക്ക് നോക്കാം. അതിന്റെ ബേസിക് സ്ട്രക്ചറും അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതും ഒന്ന് നോക്കാം. അപ്പോൾ കൗണ്ടർ ടൈപ്പ് ADCയുടെ മെയിൻ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കൗണ്ടറാണ്. ഓക്കെ, ഒരു കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യും. ഈ കൗണ്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ വെച്ചിട്ട് അനലോഗ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നോക്കേണ്ടത്, നമ്മളൊരു ADC ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ADCക്കകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഡാക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് ഓർക്കേണ്ടത്. ADCയുടെ കൺസ്ട്രക്ഷനകത്ത് നമ്മളൊരു ഡാക്കി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ഒരു അനലോഗ് വാല്യൂ ഉണ്ട്. ആ വോൾട്ടേജ് ആണ് VA. ഒരു ഓപ്പാമ്പിന്റെ ഒരു ഇൻപുട്ടിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട അനലോഗ് വാല്യൂ കൊടുത്തു, വേറൊരു ഇൻപുട്ടിലേക്ക് നമ്മുടെ കൗണ്ടർ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസിനെ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ കൺവേർട്ട് ചെയ്ത് ഒരു അനലോഗ് വാല്യൂ ആക്കും. ഈ അനലോഗ് വാല്യൂ ആണ് സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഈ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് ആണ് ആക്ച്വലി നമ്മൾ ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ പറയുന്നത്. കൗണ്ടർ 00 കൗണ്ട് ചെയ്യും, 001 ആവും. ഇതിന്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 2 വോൾട്ട് ആണ് നമ്മൾ റെഫറൻസിൽ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. കൗണ്ടർ 000 കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ വരും. അതും കമ്പാരറ്റർ കമ്പയർ ചെയ്യും. കമ്പാരറ്ററിൽ നോക്കുക, പ്ലസും മൈനസും കൊടുത്തു. ഫോർ എക്സാമ്പിൾ V1 ഉം V2. ഈ പറയുന്ന കമ്പാരറ്റർ സർക്യൂട്ടിൽ V1 വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ലോജിക് ഹൈ ആയിട്ട് വരും. ഓക്കെ, ഹൈ ഇഫ് V1 is greater than V2. ഇനിയിപ്പോ അല്ല, V2 ആണ് ഗ്രേറ്റർ, നെഗറ്റീവ് ടെർമിനൽ വോൾട്ടേജ് ആണ് ഹൈ ആയിട്ട് വരുന്നത്, നമുക്കൊരു ലോജിക് ലോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പാരറ്റർ വർക്ക് ചെയ്യുക. ഇനിയിപ്പോ ഒരു ക്ലോക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോക്ക് സിഗ്നൽ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് വരുന്ന അനുസരിച്ചാണ്. ക്ലോക്ക് സിഗ്നൽ ഒരു ഗേറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഗേറ്റിന് ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ട്. അത് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഒരു ലോ വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിലായിരിക്കും കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 3-bit കൗണ്ടർ ആണ് വിചാരിക്കുക. ഓക്കെ, 3-bit കൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ്. നമ്മുടെ ഒരു 3-bit കൗണ്ടർ ആണെന്ന് വിചാരിക്കുക. അതിന് 3 വാല്യൂസ് ഉണ്ടാവും. സോ 000 തൊട്ട് മാക്സിമം 11 വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പറയുന്ന കൗണ്ടറിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് V+ എന്ന് പറയുന്ന വോൾട്ടേജും ഇത് V- എന്ന് പറയുന്ന വോൾട്ടേജും. ഓക്കെ, അപ്പോൾ V+ലേക്കാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഗേറ്റ് ഇങ്ങോട്ട് തന്നെ കൊടുക്കാം, ഗേറ്റിന്റെ കൺട്രോളിന് വേണ്ടി തന്നെ കൊടുത്തിരിക്കും. അപ്പം
വി പ്ലസ് വോൾട്ടേജ് എപ്പോഴെങ്കിലും ഗ്രേറ്റർ ആണ് വി മൈനസ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലോജിക് 1 കിട്ടും. ഇനി വി മൈനസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പ്ലസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോജിക് 0 കിട്ടും. അപ്പം ഇതാണ് ഡാക്കിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഡാക്കിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഗേറ്റ് സ്റ്റോപ്പ് ആവും, കൗണ്ടിങ് നിർക്കും, നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ഉള്ളത് അത് കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ബേസിക് ഒരു ഈ പറയുന്ന 3 ബിറ്റ് കൗണ്ടർ വെച്ചിട്ടുള്ള ഒരു എ ഡി സിയുടെ വർക്കിംഗ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് ഈ പറയുന്ന പെർട്ടിക്കുലർ കേസിൽ ഞാനൊരു റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുകയാണ്. അനലോഗ് വാല്യൂ ആയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു 3.5 വോൾട്ട് കൊടുക്കുകയാണ്. 3.5 വോൾട്ട് ആണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അസ്യൂം ചെയ്യാം ഞാനൊരു ഡാക്ക് ഇനിഷ്യൽ വാല്യൂ ഡാക്ക് കൗണ്ടറിന്റെ വാല്യൂ 000 ആണ്. അപ്പോൾ ഡാക്ക് കൺവേർട്ട് ചെയ്ത് 0 വോൾട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഈ 00നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നിരിക്കുന്ന കമ്പാരിറ്റർ, ഇപ്പോൾ ഇവിടെ 0 വന്നു, 3.5 വന്നു. അപ്പോൾ വി പ്ലസും വി മൈനസും കമ്പയർ ചെയ്യും. വി പ്ലസും വി മൈനസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോജിക് ഹൈ കിട്ടും. സോ ഓട്ടോമാറ്റിക്കലി കൗണ്ടർ എന്ത് ചെയ്യും? ഒന്നും കൂടെ വർക്ക് ചെയ്യും. കൗണ്ടർ ഒന്നുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 00 എന്നുള്ളത് 001 ആയിട്ട് മാറും. 001 ആയി കഴിഞ്ഞാൽ വി ഡാക്കിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 വോൾട്ട് ജനറേറ്റ് ചെയ്യും. 1 വോൾട്ട് ജനറേറ്റ് ചെയ്ത് ഇവിടെ വന്നു. സോ 1 വോൾട്ടും 3.5ഉം കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്കറിയാം 3.5 തന്നെയാണ് ഹയർ. സോ അഗൈൻ ലോജിക് ഹൈ വന്നു. ലോജിക് ഹൈ വന്നു കഴിയുമ്പോൾ കൗണ്ടർ ഒന്നുകൂടെ വർക്ക് ചെയ്ത് പിന്നെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 010ലേക്ക് എത്തി. 010ലേക്ക് എത്തും. 010ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാക്ക് 2 വോൾട്ട് ജനറേറ്റ് ചെയ്യും. സോ ഡാക്കിന്റെ 2 വോൾട്ടും നമ്മുടെ ഇൻപുട്ടിലെ 3.5ഉം കൂടെ കമ്പയർ ചെയ്യും. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഗൈൻ ഹൈ ആണ്. സോ അടുത്ത വാല്യൂയിലേക്ക് പോകും. 011 കൗണ്ടർ ജനറേറ്റ് ചെയ്യും. കൗണ്ടറിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഡാക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ട് 3 വോൾട്ട് ആണ്. 3 വോൾട്ടും നമ്മുടെ 3.5ഉം കമ്പയർ ചെയ്യും. അപ്പോഴും എന്താണ്? വി പ്ലസ് വോൾട്ടേജ് തന്നെയാണ് ഹയർ. സോ കൗണ്ടർ അഗൈൻ വർക്ക് ചെയ്യും. 100 കിട്ടി. 100ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാക്ക് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 4 വോൾട്ട് ആണ്. അപ്പോൾ 4ഉം 3.5ഉം നോക്കുമ്പോൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. വി മൈനസ് ആണ് ഗ്രേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോജിക് 0 കിട്ടി. കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യും. ഇതിന്റെ കൺട്രോൾ സിഗ്നൽ വഴി നമ്മുടെ കൗണ്ടറിന്റെ ഓപ്പറേഷൻ നടത്തി ഔട്ട്പുട്ട് പോർഷൻ എനേബിൾ ആവും. ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 3.5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന 100 ആണ്. ഈ രീതിയിലാണ് കൗണ്ടർ ടൈപ്പ് എ ഡി സി വർക്ക് ചെയ്യുന്നത്. നോക്കുക, നമ്മുടെ വോൾട്ടേജ് ഹയർ ആണെങ്കിൽ കൺവേർഷൻ എടുക്കുന്ന ടൈമും കൂടുതലായിരിക്കും. അപ്പം ഈ സ്റ്റെപ്പ് സൈസിനനുസരിച്ച് എത്ര കൗണ്ട് ചെയ്തോ അതിനനുസരിച്ച് ഓരോ കൗണ്ടും ഓരോ ക്ലോക്ക് പൾസിനാണ്. അപ്പം ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് നമ്മുടെ കൺവേർഷൻ ടൈമും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഒരു പോയിന്റ് ഇതിനകത്ത് ആലോചിക്കേണ്ടത്. ഇപ്പൊ കൗണ്ടർ ടൈപ്പ് എ ഡി സിയിൽ കൺവേർഷൻ ടൈം ഡിഫറെന്റ് ആണ്. ഓരോ വാല്യൂവിനനുസരിച്ചും കൺവേർഷൻ ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മാക്സിമം കൺവേർഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം കൗണ്ട് വാല്യൂ. മാക്സിമം നമ്മളിപ്പോൾ 3 ബിറ്റ് ആണ്. 3 ബിറ്റ് കൗണ്ട് ചെയ്ത് എവിടെ വരെ പോകണം അതിനുള്ള ടൈം ആയിരിക്കും മാക്സിമം ടൈം വരുന്നത്. ഓക്കെ, ഇതാണ് കൗണ്ടർ ടൈപ്പ് എ ഡി സി. ഈ കൗണ്ടർ ടൈപ്പ് എ ഡി സി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ, ഡാക്കിന്റെ ഇക്വേഷൻ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു നോക്കുക, ഒരു ഓപ്പ് ആംപ് സർക്യൂട്ട് ഉണ്ട്. അവിടെ 6.2 വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗേറ്റ് സർക്യൂട്ട് ഉണ്ട്, ആൻഡ് ഗേറ്റ്. 4 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു 4 ബിറ്റ് ഡാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൈനറി ടു ബി സി ഡി കൺവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡിജിറ്റ് LED ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ബൈനറി കിട്ടുന്ന ഔട്ട്പുട്ടിനെ ബി സി ഡിയിലേക്ക് മാറ്റി അത് 2 ഡിജിറ്റ് LED ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതും ഒരു ഗേറ്റ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. നോക്കുക, ഈ ഡാക്കിന്റെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. n is equal to 0 to 3 2 raised to n minus 1 bn വോൾട്ട്സ് ആണ് നമുക്ക് ഡാക്കിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതിൽ തന്നിരിക്കുന്ന ബിറ്റ്സിൽ D3 is MSB bit and D0 is LSB. ഓക്കെ, കൗണ്ടറിന്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറഞ്ഞേക്കാണ്. സ്റ്റേബിൾ റീഡിംഗ് ഓഫ് LED ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേബിൾ റീഡിംഗ് ഓഫ് LED ഡിസ്പ്ലേ ആണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അത് 06 എന്നാണോ 107 എന്നാണോ 12 എന്നാണോ 13 എന്നാണോ കാണിക്കുക. ഓൾസോ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എറർ ബിറ്റ്വീൻ വി ഡാക് ആൻഡ് വി ഇൻ അറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഇൻ വോൾട്ട്. ഇതും 2 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് എന്തായിരിക്കും LED ഡിസ്പ്ലേ സ്റ്റേബിൾ ആയിട്ടുള്ളത്, പിന്നെ എന്തുമാത്രം എറർ ഒക്കർ ചെയ്തു എന്നുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഡാക്കിന്റെ ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് 2 raised to
n minus 1 sigma n is equal to 0 to 3 2 raised to n minus 1 bn എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഈ പറയുന്ന ഫോർമുല എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 raised to minus 1 b0 plus 2 raised to 0 b1 plus 2 raised to 1 b2 plus 2 raised to 2 b3. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നമുക്ക് ബൈനറി ബിറ്റ്സ് വേരി ചെയ്യുന്ന b3 b2 b1 b0 4 ബിറ്റ് ആണ്. സോ മാക്സിമം 00 നിന്ന് 11 വരെ പോവാം. ഫസ്റ്റ് നമുക്ക് എല്ലാം 00 ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. ഓക്കെ, b0 b1 b2 b3 സ്ഥാനത്ത് കൊടുക്കുക. അടുത്ത കേസിൽ നമുക്കറിയാം b0യിൽ 1 കൊടുക്കുക, 1/2 b0യോടെ മാത്രം 1, ബാക്കി എല്ലാ വാല്യൂം 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.5 വോൾട്ട് ആണ്. ഇനി നമുക്ക് മനസ്സിലായി സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് സൈസ് 0.5 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അറിയാം. 1 വോൾട്ട് വരും, 1.5 വരും, 2 വരും, 3.5 3 ഇങ്ങനെ നമുക്ക് ഫൈനൽ നമ്മുടെ ഫുൾ സ്കെയിൽ വാല്യൂ എന്ന് പറയുന്നത് 7.5 വരെ നമുക്ക് പോകും. ഓക്കെ, അപ്പൊ നോക്കേണ്ടത് നമ്മുടെ ഇൻപുട്ട് കേസിൽ നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു 6.2 വോൾട്ട് ആണ് ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കൗണ്ടർ ടൈപ്പ് വർക്ക് ചെയ്ത് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന ഒരു സ്റ്റേജ് 6 എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ഇൻപുട്ട് 6.2ഉം 6ഉം ആണ് VDAC-ന്റെ ഔട്ട്പുട്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൗണ്ട് വാല്യൂയും കൂടെ അത് പോകും. ഓക്കെ, നെക്സ്റ്റ് കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് 6.5 ആണ്. 6.5ലാണ് കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ലെസ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1101 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ബൈനറി വാല്യൂ 1101 ആണ് കിട്ടിയിരിക്കുന്നത്. ബൈനറി 1100 എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ഡയറക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈനറി ടു BCD കൺവേർഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ബൈനറി ടു BCD കൺവേർഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് 1101 ആണ്. അതിനെ BCDയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നോക്കുക, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ആക്ച്വലി 13 ഇക്വലന്റ് ആണ്. ബൈനറി ടു BCD കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ പറയാം 13 ആണ്. BCDയിൽ പറഞ്ഞ 1ഉം 3ഉം 2 ഡിജിറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പം ഇത് BCD വാല്യൂ വാലിഡ് ആയിട്ടുള്ള BCD അല്ല ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ വാലിഡ് ആയിട്ടുള്ള BCD ആക്കി കഴിയുമ്പോൾ ഹെക്സാഡെസിമലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാല്യൂ 001 വരെയുള്ളൂ 9. അത് കഴിഞ്ഞ് 010 ആയി കഴിഞ്ഞാൽ നമ്മൾ A എന്നാ പറയുക. 011 എന്ന് പറയുന്നത് B, 010 എന്ന് പറയുന്നത് C, 1101 D ആണ്. ആക്ച്വലി D ആണിത്. പക്ഷെ ഡീനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് പറയുന്നു 13 ആയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇത് ആക്ച്വലി 13 ഇക്വലന്റ് ആണ്. അപ്പോൾ 13 എന്ന് വേണം LED ഡിസ്പ്ലേയിൽ. 2 ഡിജിറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റിൽ 1ഉം അടുത്തതിൽ 3ഉം കാണണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓക്കെ ആയി. ഏതാ കാണിക്കേണ്ടത്? അപ്പോൾ BCDയിൽ കാണിക്കുന്നത് 13 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എറർ ബിറ്റ്വീൻ VDAC ആൻഡ് Vin അറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ്. നമുക്കറിയാം നമ്മുടെ DAC കൺവേർട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് ആക്ച്വലി 6.5 ആണ് അല്ലെ. 6.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6.2 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6.5 മൈനസ് 6.2, 0.3 വോൾട്ടിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് എറർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് 0.3. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേരള PSCക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി പ്രോബ്ലം ഒന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാൻ എന്താണ് DACന്റെ ഔട്ട്പുട്ട് കിട്ടിയ വാല്യൂ ആക്ച്വൽ വാല്യൂ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ BCDയുടെ കേസിൽ എപ്പോഴെങ്കിലും 9നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 9നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യാണ് നമ്മുടെ ഒരു പോസിബിലിറ്റി. അപ്പോഴാണ് നമുക്ക് 13 കിട്ടുക. സോ 1 സോറി, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1101 ആയിരുന്നു. അത് 9നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ അതിന്റെ കൂടെ +6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 110 ഇവിടെ 01. അപ്പൊ നമുക്ക് കിട്ടുന്നത് നമുക്ക് 4 ബിറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഹെക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1ഉം ഇത് 3 ആണ്. 4 ബിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 13 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC എന്ന് വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കൺവേർഷൻ ടൈമായിട്ടുള്ള ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുക, ഒരു SAR എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. SAR രജിസ്റ്റർ
ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഉണ്ട്, ഇൻപുട്ട് സിഗ്നൽ കമ്പാരറ്റർ ലോജിക് ഒക്കെ എക്സാക്ട്ലി സെയിം. ഇനി നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു 4 ബിറ്റ് കേസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു 4 ബിറ്റ് രജിസ്റ്റർ ഉണ്ടാവും. ഈ പറയുന്ന 4 ബിറ്റ് രജിസ്റ്ററിന്റെ ഇനിഷ്യൽ വാല്യൂസ് എല്ലാം 000 ആയിരിക്കും. ഇനി നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ADCയുടെ വാല്യൂ ഫസ്റ്റ് ബിറ്റ് നമ്മൾ 1 ആക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം 0 ആക്കും. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂം നമ്മുടെ ഡാക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഡാക്ക് SAR രജിസ്റ്ററിന്റെ ഇനിഷ്യൽ വാല്യൂ 100 എന്നായിരിക്കും. അതും ഡാക്ക് കിട്ടുന്ന വാല്യൂം ഇൻപുട്ട് വാല്യൂം കൂടെ കമ്പയർ ചെയ്യും. നോക്കുക, ഫോർ എക്സാമ്പിൾ ഇത് 4 വോൾട്ട് ആണ്, ഞാൻ കൊടുത്തിരിക്കുന്നത് 3.5 വോൾട്ട് ആണ്. അപ്പോൾ 4 വോൾട്ട് ആണ് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്, അല്ലെ ഫോർ എക്സാമ്പിൾ 5.5 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ വോൾട്ടേജ് 4 ആണ്. 4ഉം 5.5 നോക്കുമ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്, ഈ പറയുന്ന ഇപ്പൊ കിട്ടിയ വാല്യൂവിനേക്കാളും ഹയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ MSBയിലെ 1 അതേപോലെ തന്നെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് ഞാൻ അടുത്ത വാല്യൂവിലേക്ക് പോകും. അടുത്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആക്കി വെച്ചിട്ട് അടുത്ത വാല്യൂ ഞാൻ 1 ആക്കി എന്താണ് കിട്ടുന്നത് നോക്കാം. ഈ പറയുന്ന കേസിൽ എനിക്ക് കിട്ടുന്നത് നോക്കുക 1100 ആണ്. 1100 എന്ന് പറയുമ്പോൾ 12 ഇക്വലന്റ് ആണ്. നോക്കി കഴിഞ്ഞാൽ 12ഉം 5.5 നോക്കിയാൽ 5.5 ചെറുതാണ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറയുന്ന 1 ഞാൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്ത് 0 ആക്കും. അപ്പൊ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത് 1 ചേഞ്ച് ചെയ്ത് 0 ആക്കി തൊട്ടടുത്ത ബിറ്റ് 1 ആക്കി നോക്കും. അപ്പൊ നോക്കുക, ഈ പറയുന്ന കിട്ടിയ വാല്യൂ 10 ആണ് ആക്ച്വലി. 10ഉം അത്ര 5.5 നോക്കി കഴിഞ്ഞാലും നമുക്ക് അറിയാം, സോറി ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ വാല്യൂ ഇപ്പൊ സ്റ്റെപ്പ് വോൾട്ടേജ് 1 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. സ്റ്റെപ്പ് സൈസ് 1 വോൾട്ട് ആണെങ്കിൽ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന വാല്യൂ 4 അല്ല 8 ആണ് കേട്ടോ. ഇത് 4 ബിറ്റ് ആയിരുന്നു, അപ്പൊ 8 ആണ് കിട്ടിയത്. 8ഉം 5.5 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 5.5 ലെസർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ വാല്യൂ 0 ആക്കി വെക്കും, കാരണം അതിനേക്കാളും ചെറിയ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചെയ്യുക, സെക്കൻഡ് ബിറ്റ് 1 ആക്കി വെച്ച് നോക്കും. ആ സെക്കൻഡ് ബിറ്റ് 1 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി 4 ആണ്. 4 ആണ് കിട്ടുന്നെങ്കിൽ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന വാല്യൂ അതിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ 1 അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പൊസിഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാണ്. അപ്പൊ ആദ്യം 0 ആണെന്ന് മനസ്സിലായി, അടുത്ത വാല്യൂ എന്തായാലും 1 ആണ്, കാരണം അതിനേക്കാളും ഹയർ ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അടുത്ത് ചെയ്യുന്ന അടുത്ത വാല്യൂ 1 ആക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഈ കേസിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 6നേക്കാളും ലോവർ ആണ് ഈ പറഞ്ഞ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബിറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പം നോക്കുക 0 1 1 അടുത്ത വാല്യൂ 0 ആക്കി വെച്ച് അടുത്ത വാല്യൂ 1 ആക്കും. ഓക്കെ, ഈ പറഞ്ഞ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ബിറ്റിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 5 ആണ്, ഇത് 5.5 ഗ്രേറ്റർ ആണ്. അപ്പോൾ 1 ഫിക്സ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യും. നോക്കുക, നമുക്ക് 4 ബിറ്റ് ആണ് SAR രജിസ്റ്ററിന്റെ സൈസ് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് 4 ക്ലോക്ക് സൈക്കിൾ മതി കൺവേർഷൻ ടൈമിൽ. അപ്പൊ എത്ര ബിറ്റ് ഉണ്ടോ അത് ഇൻറ്റു ക്ലോക്ക്. ഓക്കെ, അതാണ് നമ്മുടെ, അല്ലെങ്കിൽ ക്ലോക്കിന്റെ ഡ്യൂറേഷൻ, അതാണ് നമ്മുടെ കൺവേർഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ 1 ക്ലോക്ക് പീരീഡ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്, അതായിരിക്കും നമ്മുടെ SAR ടൈപ്പിന്റെ കൺവേർഷൻ ടൈം. ഇപ്പൊ ഏത് വാല്യൂ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ കൺവേർഷൻ ടൈം ഈക്വൽ ആണ്. അതാണ് SAR ടൈപ്പ് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് രജിസ്റ്ററിന്റെ അല്ലെങ്കിൽ ADCയുടെ വർക്കിങ്ങിൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ പോയിന്റ്. കൺവേർഷൻ ടൈം ഫിക്സ്ഡ് ആണ്. പക്ഷെ കൗണ്ടർ ടൈപ്പിലാണെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. കൗണ്ടറിന്റെ ഇൻക്രിമെന്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ ഹയർ വാല്യൂ ആണെങ്കിൽ കൺവേർഷൻ ടൈം കൂടുതലും, ലോവർ വാല്യൂ ആണ് കൺവേർഷൻ ടൈം കുറവാണ്. പക്ഷെ SARൽ കൺവേർഷൻ ടൈം ഫിക്സഡ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു പോയിന്റ്. ഇതിനകത്ത് അറിയേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് കൗണ്ടേഴ്സ് ഇല്ല. മിക്ക ഡാക്കിന്റെ കൺസെപ്റ്റ് അതിനകത്ത് ഒരു കൗണ്ടർ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് എന്തില്ല, കൗണ്ടർ ഇല്ല. പക്ഷെ ഡാക്ക് ഉണ്ട്. ഡാക്കും കമ്പാരറ്ററും SAR എന്ന് പറയുന്ന രജിസ്റ്ററും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് ഓർക്കേണ്ട ഒരു പോയിന്റ്. അടുത്താണ് ഫ്ലാഷ് ടൈപ്പ് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ടൈപ്പ് ADC. ഇതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കൺവേർഷൻ ടൈം എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ADC ഏതാന്ന് ചോദിച്ചാൽ അതാണ് സൈമിൾട്ടേനിയസ് അല്ലെങ്കിൽ ഫ്ലാഷ് ടൈപ്പ് ADC.
അപ്പൊ നോക്കുക, ഇതിനകത്ത് ഇനി വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിനകത്തൊരു പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ എൻകോഡർ യൂസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ കുറെ സീരീസ് ഓഫ് ഓപ്പാം കമ്പാരറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ ഒരു റെസിസ്റ്റർ ലാഡറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, നമ്മൾ ഇൻപുട്ടും ഇൻപുട്ട് ഫ്രം സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആയിരിക്കും ഈ ഓപ്പാമ്പിൻ്റെയൊക്കെ ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ പ്ലസ് ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ്. റെഫറൻസ് വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ വോൾട്ടേജ് ആയിരിക്കും ഓരോ കമ്പാരറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രയോറിറ്റി എൻകോഡറും ഉണ്ട്. നമുക്ക് ഇതിന്റെ വർക്കിങ്ങും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് LSB എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഫ്ലാഷ് ടൈപ്പ് ADC ആണ്. ഇനി നോക്കുക, ഫ്ലാഷ് ടൈപ്പ് ADCയിൽ അറിയേണ്ട അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ബിറ്റ് ADC ആണെങ്കിൽ, 3 ബിറ്റ് ADC ആണെങ്കിൽ n is equal to 3 ആണെങ്കിൽ 2 raised to n is equal to 8. ഇവിടെ നോക്കുക 1 2 3 4 5 6 7. അപ്പോൾ 2 raised to n minus 1 which is equal to 7 ഈ പറഞ്ഞ ക്രിട്ടിക്കൽ കേസിൽ. അപ്പം എത്ര ഓപ്പാംസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതും ഈ പറയുന്ന ഫ്ലാഷ് ടൈപ്പ് ADCയിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ n is equal to 4 ബിറ്റ് ആണെങ്കിൽ നമ്മൾ 2 raised to 4 minus 1, അപ്പോൾ 15 കമ്പാരറ്റർ യൂസ് ചെയ്യണം. 8 ബിറ്റ് ആണ് വേണമെങ്കിൽ 2 raised to 8 minus 1, അപ്പോൾ 255 ഓപ്പാംസ് അല്ലെ കമ്പാരറ്റീവ്സ്. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ആണ്, പക്ഷെ ഡ്രോബാക്ക് എന്ന് പറയുന്ന നമ്പർ ഓഫ് കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര കൂടും, നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുതലാണ്. സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആണ് ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ. പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ആണ്. തന്നിരിക്കുന്ന ADC ലോജിക് ഫാമിലി ഏത് ADC ആണെങ്കിൽ അതിന് ഫാസ്റ്റസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുന്ന കേസിൽ മിക്കതും എന്ത് തന്നെയായിരിക്കും, ഈ പറയുന്ന ഫ്ലാഷ് ടൈപ്പ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ടൈപ്പ് അനലോഗ് കൺവേർട്ടർ ആയിരിക്കും. അപ്പൊ ഇത് ഗെയിമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് B1 B0 എന്ന് പറഞ്ഞ 2 ബിറ്റ് ഉണ്ട്. ഈ പറയുന്ന ബിറ്റിന്റെ കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ തന്നിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് 3 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 100 ഓം 200 ഓം 200 ഓം 100 ഓം കണക്ട് ചെയ്തിട്ടുണ്ട്. അനലോഗ് വോൾട്ടേജ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 0 to 3 വോൾട്ട് ആണ് ഈ പറയുന്ന പ്ലസ് വോൾട്ടിൽ. അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. X2 X1 X0 ആണ് കൊടുക്കുന്നത്. B1 B0 ആണ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഓരോ സ്റ്റേജും വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പറയുന്ന 3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന റെസിസ്റ്റർ നെറ്റ്വർക്കിന്റെ നോക്കുക 100 200 200, അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന പോയിന്റിൽ നമുക്ക് എത്ര വോൾട്ടേജ് വരും എന്നുള്ളത് നോക്കാം. 3 വോൾട്ടേജ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് 100 പ്ലസ് 200 പ്ലസ് 200 പ്ലസ് 100 എടുത്തു കഴിഞ്ഞാൽ 600 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആണ്. ഇനി അതേപോലെ നമുക്ക് ഈ പറയുന്ന പോയിന്റിൽ നമുക്ക് എത്ര വോൾട്ടേജ് ആണ് റെഫറൻസ് വരുന്നത് നോക്കാം. 3 into 200 plus 100, 300 plus divided by 600, നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന പോയിന്റിൽ കിട്ടുന്ന 1.5 വോൾട്ട് ആണ്. ഇനി ടോപ്പിലെ പോയിന്റിൽ നമുക്ക് നോക്കാം, അവിടെയും 3 വോൾട്ട് റെഫറൻസ് കൊടുത്തു. റെഫറൻസിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 ആണ്, ഡിവൈഡ് ബൈ 600, നമുക്ക് ഇവിടെ കിട്ടുന്നത് 2.5. നമുക്ക് മനസ്സിലായി ഓരോ കമ്പാരറ്ററിന്റെയും ഇൻപുട്ടിൽ എന്ത് വാല്യൂ വരും. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പാരറ്ററിന്റെ ഒരു ഇൻപുട്ട് അനലോഗ് ഇൻപുട്ട് ആണ്, മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ഇൻപുട്ട് ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അനലോഗ് ഇൻപുട്ട് വാല്യൂ 0 to 0.5 ഇടയ്ക്കാണ്. ഫോർ എക്സാമ്പിൾ 0.25 എന്നുള്ളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന വോൾട്ടേജ് 0.25 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0ക്കും 0.5നും ഇടയ്ക്കാണ്, നമ്മുടെ 0 വോൾട്ടിനും 0.5നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഫസ്റ്റ് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന റെഫറൻസ് 0.5ഉം അപ്ലൈ ചെയ്തിരിക്കുന്ന 0.25ഉം. അപ്പൊ നോക്കുക, ഫസ്റ്റ് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണ്. സെക്കൻഡ് കമ്പാരറ്ററിന്റെ ഒരു വോൾട്ടേജ് 1.5ഉം എന്താണ് അപ്ലൈ ചെയ്തിരിക്കുന്ന അനലോഗ് ഇൻപുട്ട് 0.25 ആണ്. അപ്പോഴും അറിയാം നമ്മുടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് കുറവാണ്, സോ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇനി തേർഡ് കമ്പാരറ്റർ നോക്കി കഴിഞ്ഞാലും ഒരു ഇൻപുട്ട് 2.5 നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 0.25 ഉള്ളൂ. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണ് കിട്ടുക. അതുകൊണ്ടാണ് X2 X1 X0യിൽ 0 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 ബിറ്റിൽ എഴുതേണ്ടത് 0 0 ആണ്, ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ,
ഇതേപോലെ നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കേണ്ടത് 0.5-നും 1.5-നും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണെങ്കിൽ, അതായത് 0.5-നും 1.5-നും ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ x2, x1, x0-യിൽ വരുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ 1 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന 1 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെ 1 വോൾട്ട് വന്നു, ഇവിടെ 1 വോൾട്ട് വന്നു, ഇവിടെ 1 വോൾട്ട് വന്നു. അപ്പൊ നോക്കുക, ഇവിടെ ഒരു വോൾട്ടേജ് 0.5-ഉം ഒന്ന് 1-ഉം ആണ്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. അടുത്ത കേസിൽ നോക്കിയാൽ ഒന്ന് 1.5-ഉം 1-ഉം ആണ്. ഇപ്പൊ ഇവിടെ 0 കിട്ടി. ഈ പറഞ്ഞ കേസിൽ 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0, 0, 1 എന്നായിരിക്കും. ഇനി അടുത്തൊരു വോൾട്ടേജ് കോൺഫിഗറേഷൻ നോക്കാൻ പോകുന്നത് 2 വോൾട്ട് ആണ്. അതായത് നമ്മൾ റെഫറൻസിൽ 2 കൊടുത്തു. ഇവിടെ 2 വോൾട്ട് ആണ്, ഇവിടെ 2 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് x0-യും x1-ഉം 1 കിട്ടും. അടുത്ത രണ്ടും, അടുത്ത x2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ 3 വോൾട്ട് ആണ് കണക്ട് ചെയ്യുന്നത്. അതായത് 2.5-നും 3-ക്കും ഇടയ്ക്കുള്ള ഒരു വോൾട്ടേജ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നോക്കുക, ഫോർ എക്സാമ്പിൾ 3 വോൾട്ട് കൊടുത്തു. ഓക്കെ, അനലോഗ് ഇൻപുട്ടിൽ ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. നമുക്കറിയാം എല്ലാ കേസിലും എന്തൊരു ഔട്ട്പുട്ട് 1 വരും. അപ്പൊ നമുക്ക് ആക്ച്വലി 1, 2, 4 കോമ്പിനേഷനേ വരുന്നുള്ളൂ. അപ്പൊ 2 ബിറ്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 0, 0 ആണ് നമ്മൾ ഈ x2, x1, x0-നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 0, 0 വരികയാണെങ്കിൽ 0, 0 എന്ന് പറയും. 0, 0, 1 ആണെങ്കിൽ 0, 1 വരും. 0, 1, 1 ആണെങ്കിൽ 1, 0, 1, 1 ആണെങ്കിൽ 1. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കോൺഫിഗറേഷൻ. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് അതിന്റെ എക്സ്പ്രഷൻ ഫോർ LSB ആണ്. അപ്പൊ B0 എന്ന് പറയുന്ന സാധനം നമുക്ക് ഡിസൈൻ ചെയ്യണം. B0 നോക്കുക, B0 1 ആവുന്ന കേസ് ഒന്ന് ഇതാണ്, വേറൊരു പോസിബിലിറ്റി ഇതാണ്. ആ കേസിൽ x2, x1, x0-യുടെ വാല്യൂ, ഈ പറയുന്ന പോസിബിലിറ്റിയിൽ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ x2-ന്റെ വാല്യൂ x2 ബാർ, x1 ബാർ, x0. വേറൊരു പോസിബിലിറ്റി ഇതായിരുന്നു, അവിടെ x2, x1, x0. അപ്പൊ നമുക്ക് x0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x2 ബാർ, x1 ബാർ പ്ലസ് x2, x1 കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് XNOR ഓപ്പറേഷൻ ആണ്. അപ്പോൾ x1, x2-ന്റെ XNOR ഓപ്പറേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ LSB-യുടെ ഓപ്പറേഷൻ. ഇത് ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ലെങ്തി ആവണമെന്നില്ല, പക്ഷെ നമുക്ക് ഈ പറയുന്ന ഫ്ലാഷ് ടൈപ്പ് ADCയുടെ വർക്കിംഗ് മനസ്സിലാക്കാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തൊരു കോൺഫിഗറേഷൻ ആണ് ഡ്യുവൽ സ്ലോപ്പ് ADC. അപ്പോൾ ഇതിനകത്ത് ഡയറക്ട്ലി പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ADC ഏതാന്ന് ചോദിച്ചാൽ, ആക്യുറസി ഏറ്റവും കൂടിയ ADC ഏതാന്ന് ചോദിച്ചാൽ ഡ്യുവൽ സ്ലോപ്പ് ADC ആണ്. അപ്പൊ ആക്യുറസി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഡ്യുവൽ സ്ലോപ്പ് ADC ആണ്. ഡ്യുവൽ സ്ലോപ്പ് ADCയുടെ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഇന്റഗ്രേറ്റർ പാർട്ടും കൂടി ഉണ്ട്, ഒരു ഇന്റഗ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു മൊഡ്യൂള് വരുന്നത്. പിന്നെ അറിയേണ്ട അതിന്റെ വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഇതിനകത്ത് റെഫറൻസ് വോൾട്ടേജ് കൊടുക്കാൻ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ നമ്മുടെ അനലോഗ് വോൾട്ടേജ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വർക്കിംഗിൽ നടക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 1 വോൾട്ട് ആണ് ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, റെഫറൻസ് -2 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യലി ഈ പറയുന്ന സ്വിച്ച് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് കൊടുത്തു, ഫോർ എക്സാമ്പിൾ 1 വോൾട്ടിലാണ്. അപ്പൊ നമുക്കറിയാം ഇതൊരു ഇന്റഗ്രേറ്റർ ആണ്, പറയുന്ന വാല്യൂ 0 എന്ന് ഇൻവെർട്ടിംഗ് ടൈപ്പ് ആണ്. സോ വോൾട്ടേജ് കൂടി 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 വരികയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്വിച്ച് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പെർട്ടിക്കുലർ കേസിൽ പറയാം ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം, അതായത് 1 മില്ലി സെക്കൻഡ് ടൈം കഴിയുമ്പം ഈ പറയുന്ന ഇൻപുട്ടിൽ നിന്ന് അത് റെഫറൻസിലേക്ക് മാറ്റും. അപ്പൊ അത് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ അനലോഗ് വാല്യൂ നമുക്ക് അൺനോൺ ആണ് ആക്ച്വലി നമ്മുടെ സർക്യൂട്ടിനെ സംബന്ധിച്ച്. പക്ഷേ ഈ പറയുന്ന 1 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ സർക്യൂട്ടിനെ സംബന്ധിച്ച് ഫിക്സ്ഡ് ആണ്. 1 മില്ലി സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ടൈം, ആ ടൈം കഴിയുമ്പം ഈ സ്വിച്ചിന്റെ കോൺഫിഗറേഷൻ 1 വോൾട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറും? റെഫറൻസിലേക്ക് മാറും. അപ്പോൾ അറിയേണ്ട കാര്യം, ഇത് ചാർജ് ചെയ്ത് അപ് ടു 1 വോൾട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ സം വോൾട്ടേജിൽ നമ്മൾ എന്ത് ചെയ്യും? സം പർട്ടിക്കുലർ വോൾട്ടേജിൽ ഈ പറയുന്ന റെഫറൻസ് സ്വിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, റെഫറൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. നോക്കുക, ഈ വോൾട്ടേജിൽ നിന്ന് -2 വോൾട്ടിലേക്കാണ്, അപ്പൊ ഇൻവെർട്ടിംഗ് ആണ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? ഈ പറയുന്ന വോൾട്ടേജ് റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് വോൾട്ടേജ് ഫിക്സ്ഡ് ആണ്, കാരണം നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആണ്. റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്ന ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. ആ ഫിക്സഡ് ക്വാണ്ടിറ്റിയിലേക്ക് ഈ പറയുന്ന സാധനം ചാർജ് ചെയ്ത് തുടങ്ങും. ഓക്കെ, എപ്പോഴാണോ ഈ പറയുന്ന സാധനം 0 ക്രോസ് ചെയ്യുന്നത്, ആ ടൈമിൽ നമ്മുടെ
ഈ പറയുന്ന ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും. ഇവിടെ 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനൽ വോൾട്ടേജ് 0യേക്കാളും ഹയർ ആവും. ഹയർ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്റ്റേജിൽ നമ്മുടെ കൗണ്ടർ ഔട്ട്പുട്ട് എന്താണോ അതാണ് ഡ്യുവൽ സ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അപ്പം ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു അൺനോൺ വോൾട്ടേജിലേക്ക് നോൺ ടൈം കണക്ട് ചെയ്യും. ഓക്കെ, നോൺ ടൈം കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഒരു നോൺ വോൾട്ടേജിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. പക്ഷെ ടൈം നമ്മൾ ഫിക്സഡ് അല്ല. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്ന കേസ് മാത്രം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ആക്യുറസിയെ കുറിച്ചാണ്. പിന്നെ അത് ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഉണ്ടെന്നുള്ളത് ഓർക്കുക. പിന്നെ ചോദിക്കേണ്ടത് ഇതിന്റെ ഇതൊരു പ്രോബ്ലം ചെയ്യാനാണ്. അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഡ്യുവൽ സ്ലോപ്പ് ആയിട്ട് ചോദിക്കാൻ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യുവൽ സ്ലോപ്പ് ADC ആണ് പറഞ്ഞിട്ടുണ്ട്. 3.5 ഡിജിറ്റ് DVM ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണത്. ഇതിന്റെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് 100 മില്ലി വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്റഗ്രേഷൻ ടൈം ഈ സെറ്റ് ടു 300 മില്ലി സെക്കൻഡ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഗ്രാഫ് ഒന്ന് ഓർക്കുക. ഗ്രാഫിൽ ഈ പറയുന്ന ഫസ്റ്റ് കേസിൽ ടൈം അത് നമ്മൾ ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ടൈം ആണ് 300 മില്ലി സെക്കൻഡ് പറഞ്ഞേക്കുന്നത്. പക്ഷേ റെഫറൻസ് വോൾട്ടേജ് സെക്കൻഡ് കേസിലെ റെഫറൻസ് വോൾട്ടേജ് ആണ് ഫിക്സഡ്. അത് 100 മില്ലി വോൾട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ആൻഡ് ഫോർ സം വോൾട്ടേജ് ദ ഡീഇന്റഗ്രേഷൻ ടൈം. അപ്പോൾ സെക്കൻഡിലുള്ള നമ്മുടെ ഈ ടൈം നമുക്ക് മെഷർ ചെയ്യാൻ കിട്ടി. അത് 370.2 മില്ലി സെക്കൻഡ് ആണ്. DVM will indicate in millivolt. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഫോർ എ ഡ്യുവൽ സ്ലോപ്പ് ADC നമ്മൾ ഈ ഓർക്കേണ്ട ഫോർമുല ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ സ്വിച്ച് ഇനിഷ്യലി കണക്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജിലേക്കാണ് നമ്മുടെ ഇനിഷ്യലി കണക്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഫോർ എ T1 ടൈം. അത് കഴിഞ്ഞ് നമ്മൾ V റെഫറൻസിലേക്ക് കണക്ട് ചെയ്യും ഫോർ എ T2 ടൈം. അപ്പം ഇതിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Vin into T1 is equal to VR into T2. അതിൽ Vin എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രേഷൻ പീരീഡ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അത് തന്നിട്ടുണ്ടാവും. ഇനി റെഫറൻസ് വോൾട്ടേജ് അത് നമുക്ക് അറിയാം ഒരു കേസിൽ ഫിക്സഡ് ആണ്. വേരി ചെയ്യുന്നത് ഡീഇന്റഗ്രേഷൻ പീരീഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും അറിയാം. VR എന്ന് പറയുന്നത് 100, ദിസ് ഇസ് VR ആക്ച്വലി 100 മില്ലി. ഫിക്സഡ് ടൈം ആണ് T1, അത് 300 ആണ്. ഇത് T2 ആണ്. മെഷർ ചെയ്ത ടൈം 370. ഓക്കെ, ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. 100 മില്ലി ഇൻറ്റു 370.2 ഡിവൈഡ് ബൈ 300. അതായിരിക്കും നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്ത അലൗഡ് ടു ഡിജിറ്റൽ കൺവെർട്ടറിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An 8-bit successive approximation allowed to digital converter has a full scale reading of 2.55 volt and its conversion time for an analog volt 1 volt is 20 microsecond. Then the conversion time for a 2 volt input will be. അപ്പോൾ നമുക്കറിയാം SAR ടൈപ്പിൽ നമുക്കുള്ള രജിസ്റ്റർ എത്രയാണോ ആ രജിസ്റ്റർ വാല്യൂസ് എല്ലാം മോഡിഫൈ ചെയ്യാൻ നമുക്ക് ടൈം നമുക്കറിയാം ഫിക്സഡ് ആണ്. കാരണം എല്ലാ ബിറ്റ്സും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. ഇപ്പോൾ 2.55 വോൾട്ട് കൺവേർട്ട് ചെയ്യാൻ ഇറ്റ് ടേക്സ് എത്ര വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, റീഡിങ് ഇറ്റ്സ് കൺവേർഷൻ ടൈം ഫോർ ആൻ അനലോഗ് വോൾട്ടേജ് ഓഫ് 1 വോൾട്ട്. 1 വോൾട്ടിന് എടുത്ത ടൈം 20 മൈക്രോ സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SARൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 4 ബിറ്റ് ആണെങ്കിൽ 1 വോൾട്ടിനെ 4 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 20 മൈക്രോ സെക്കൻഡ്സ് എടുക്കുന്നെങ്കിൽ 2 വോൾട്ടിനെയും 4 ബിറ്റിലേക്കും മാറ്റാൻ വേണ്ടി നമുക്ക് എത്ര തന്നെയാണ് 20 മൈക്രോ സെക്കൻഡ്സ് തന്നെയാണ് എടുക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് എത്രയാണോ ഒരെണ്ണത്തിന്റെ ടൈം അത് തന്നെയാണ്. ഇനി ക്ലോക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് പീരീഡിന്റെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. പക്ഷെ ഇവിടെ കേസിൽ 1 വോൾട്ട് കൺവേർട്ട് ചെയ്യാൻ 20 മൈക്രോ സെക്കൻഡ്സ് പറഞ്ഞ സ്ഥിതിക്ക് എത്ര ബിറ്റ്സ് ആണെന്നൊന്നും പറഞ്ഞു 8 ബിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 ബിറ്റിന് കൺവേർട്ട് ചെയ്യാനാണ് 20 മൈക്രോ സെക്കൻഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പം 2 വോൾട്ട് ആയാലും വേരിയേഷൻ ഒന്നുമില്ല, 2.55 വോൾട്ട് ആണെങ്കിലും വേരിയേഷൻ ഒന്നുമില്ല, സെയിം 20 മൈക്രോ സെക്കൻഡ്സ് തന്നെയായിരിക്കും. ഡയറക്ട്ലി നമുക്ക് ആൻസർ പറയാൻ 20 മൈക്രോ സെക്കൻഡ്. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്ലോക്ക് പീരീഡ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റു 8 ചെയ്യാം.
അല്ലെ, ഇപ്പൊ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസിലാണെങ്കിൽ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായിരിക്കും ഫിക്സഡ് ആണ്. ഇൻപുട്ട് വാല്യൂ മാറുന്നതനുസരിച്ച് SAR ടൈപ്പിൽ ഇവിടെ കൺവേർഷൻ ടൈം ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ. The resolution of a 4-bit counting ADC is 0.5 volt. For an analog input of 6.6 volt, the digital output of ADC will be. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന 4-bit ആണ് തന്നിട്ടുണ്ട്, ADCയുടെ സ്റ്റെപ്പ് സൈസ് തന്നിട്ടുണ്ട്, അനലോഗ് വോൾട്ടേജ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ 0.5 ആണ് സ്റ്റെപ്പ് സൈസ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6.6 ആണ്. 6.6 ഡിവൈഡ് ബൈ 0.5 ചെയ്യാം. അപ്പൊ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 13.2 ആണ്. നമ്മൾ തെറ്റിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 13.2ന് നമ്മൾ 13 ആയിട്ട് എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കരുത്. നെക്സ്റ്റ് ഹയർ വാല്യൂലായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം അടുത്ത ഹയർ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മുടെ ഓപ്ഷൻ ഡി ആയിരിക്കും. നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് വെച്ചാൽ 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 വോൾട്ട് ആണ്. 001ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം 0.5 ആണ് സ്റ്റെപ്പ് സൈസ്. അപ്പം 1 × 0.5. അതേപോലെ നമ്മൾ നോക്കുമ്പം നോക്കുക 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1 വോൾട്ട് ആണ് എന്ന് പറഞ്ഞാൽ 2 × 0.5 അത് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അതേപോലെ 3 × ചെയ്ത് കഴിഞ്ഞാൽ 3 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കിട്ടി. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 വോൾട്ടിന് ചെയ്യുന്നത് 12 × 0.5 ചെയ്യുമ്പോഴാണ് 6 വോൾട്ട് കിട്ടുക. 13 × 0.5 ചെയ്യുമ്പോൾ നമുക്ക് 6.5 കിട്ടി. ഇനി നോക്കുക 6.6 ആണ്. അപ്പോൾ 14 × 0.5 ചെയ്യുമ്പോഴാണ് 7 കിട്ടുക. അപ്പോൾ കൗണ്ടിങ് ടൈപ്പ് ADC ആണ്. ഇപ്പൊ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ അടുത്ത വാല്യൂ വരുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നോക്കുക 14 × 0.5 ചെയ്യുമ്പോഴാണ് നമ്മുടെ 7 കിട്ടുക. 6.6നേക്കാൾ ഹയർ ആയിട്ടുള്ള വാല്യൂ. അതുകൊണ്ടാണ് 14 പറഞ്ഞത്. അപ്പോൾ 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പം ADCയും DAC-ഉമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൈമറി ലെവലിൽ ചോദിക്കാവുന്ന കൺവേർഷൻ ടൈം ചോദിക്കാം. കൺവേർഷൻ ടൈം ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് ഫ്ലാഷ് ടൈപ്പ് ADC ആണ്, അത് ഓർക്കാം. സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പിന് ടൈം ഫിക്സഡ് ആണ്. കൗണ്ടിങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ട് ഓരോ വാല്യൂവിനും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. SAR ടൈപ്പിന് N × ക്ലോക്ക് സൈക്കിൾ ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. SAR രജിസ്റ്ററിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് വരിക. ഇനി ആക്യുറസി ഏറ്റവും ഹയർ ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യുവൽ സ്ലോപ്പ് ആണ്. പിന്നെ ഫ്ലാഷ് ടൈപ്പ് ADC ആണ് ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ വേറാവുന്ന നമ്പർ ഓഫ് കമ്പാരറ്റേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. N ബിറ്റ് ആണെങ്കിൽ 2⁻n - 1 കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ADC DAC-ഉമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്.